മാർക്കോയ്ക്ക് ടെലിവിഷനിൽ വിലക്ക്. വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്ത് മാർക്കോ ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് CBFC വിലയിരുത്തുന്നു. വയലൻസ് രംഗങ്ങൾ കട്ട് ചെയ്ത് മാർക്കോ ടെലികാസ്റ്റ് ചെയ്യാനാവില്ല. സിനിമയ്ക്ക് OTTയിൽ വിലക്കേർപ്പെടുത്താനാകില്ല എന്നും CBFC വ്യക്തമാക്കുന്നു. അരുൺ സോളമൻ വിവരങ്ങളുമായി. അരുൺ, ഈ സിനിമയിൽ ആദ്യന്തം വയലൻസ് ആണ്. അപ്പോൾ ഒരു പ്രത്യേക ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഗുണം ചെയ്യുകയില്ല. പക്ഷേ ടെലിവിഷനിൽ കുട്ടികൾ കാണുന്നതിൽ നിന്നും സിനിമ വിലക്കുക എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. എന്താണിപ്പോൾ അറിയിക്കുന്നത് CBFC? സ്മൃതി, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ റീജിയണൽ ബോർഡിലുള്ള മേധാവി കൂടിയായിട്ടുള്ള നദീം തുഫൈലാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ മാർക്കോ സിനിമയ്ക്ക് ടെലിവിഷനിലാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ CBFCക്ക് ഇതിലൊരു പരിമിതിയുണ്ട്. ടെലിവിഷനിൽ മാത്രമേ വിലക്ക് ഏർപ്പെടുത്താൻ കഴിയൂ. അതേസമയം സിനിമ OTTയിൽ വരുന്നത് നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബോർഡാണ്. അത് ശരിക്കും CBFCയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമല്ല. നിലവിൽ ഈ മാർക്കോ സിനിമയിലുള്ള ഈ വയലൻസിൻ്റെ രംഗങ്ങൾ, അതിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയിൽ മറ്റൊന്നും തന്നെ ഇല്ല. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ടെലിവിഷനിൽ വിലക്ക് ഏർപ്പെടുത്തി എന്നുള്ളതാണ് നദീം തുഫൈൽ പങ്കുവെക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമ മാത്രം ഒരു കുട്ടികളെ സ്വാധീനിച്ചു എന്ന് കണക്കിലെടുക്കാൻ കഴിയില്ല. ഒന്നോ രണ്ടോ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളിൽ അക്രമവാസന ഉണ്ടാകുന്നു എന്നുള്ളൊരു വിലയിരുത്തലൊന്നും തന്നെ CBFC എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നദീം തുഫൈൽ പങ്കുവെക്കുന്നത്. ഈ കോവിഡ് കാലത്തിന് ശേഷം കുട്ടികളിൽ അമിതമായിട്ടുള്ള ഫോണിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ട്. വയലൻസ് രംഗങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ മുഴുനീളം വയലൻസ് ഉള്ള ഗെയിമുകളാണ് കുട്ടികൾ കളിക്കുന്നത്. അതിൽ തന്നെ പലരെയും വെടിവെച്ച് കൊല്ലുന്നു. അത്തരത്തിൽ വയലൻസ് അടങ്ങിയിട്ടുള്ള ഗെയിമുകൾ നിയന്ത്രിച്ചാൽ മാത്രമേ കുട്ടികളിലുള്ള സ്വഭാവ രൂപീകരണത്തിൽ മാറ്റം വരികയുള്ളൂ. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും അധികം പങ്കുവെക്കുന്ന കാര്യമായി ഈ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ സിനിമ പോലുള്ള ഒരു മാധ്യമം എത്രത്തോളം ഇടപെടുന്നു എന്നുള്ളതിൽ ഇപ്പോൾ വ്യക്തത വരുത്തിയിരിക്കുകയാണ്. സിനിമ വയലൻസ് അടങ്ങിയിട്ടുള്ള, സമീപകാലത്ത് ഏറ്റവും വയലൻസ് അടങ്ങിയിട്ടുള്ള ഒരു ചിത്രമാണ് മാർക്കോ. അത്തരത്തിൽ വലിയ ആരോപണങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഇപ്പോൾ സിനിമയ്ക്ക് ടെലിവിഷനിൽ വിലക്കേർപ്പെടുത്തിയത്. പക്ഷേ അതേസമയം തിയേറ്ററിൽ അഡൾട്ട്സ് ഓൺലി സർട്ടിഫിക്കറ്റ് കൊടുത്താണ് സിനിമ തിയേറ്ററിലെത്തിയത്. പക്ഷേ തിയേറ്ററിൽ 3 പരാതികൾ ഉയർന്നിരുന്നു എന്നാണ് ഇപ്പോൾ നദീം തുഫൈൽ പങ്കുവെക്കുന്നത്. ഈ കുടുംബമായിട്ട് 3 കുടുംബങ്ങൾ കുട്ടികളെ ഉൾപ്പെടുത്തി സിനിമ കാണാനായിട്ട് വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ തിയേറ്ററിൽ സിനിമ കാണാൻ വരാൻ പാടുള്ളതല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 10,000 രൂപ ആ തിയേറ്ററിന് പിഴ ചുമത്താനായിട്ടുള്ള ചുമതല എന്തായാലും CBFCക്ക് ഉണ്ട്. അത് എന്തായാലും ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് നദീം തുഫൈൽ പങ്കുവച്ചിരിക്കുന്നത്. സ്മൃതി.